KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിനത്തിൽ SYS ദേശരക്ഷാവലയം തീർക്കും. SYS സംസ്ഥാന പഠന ക്യാമ്പ് സമാപിച്ചു. ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തെ എതിർത്ത് CPM പോളിറ്റ് ബ്യൂറോ. സംസ്ഥാന സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാം. സൌദിയിൽ 10,000 ഇന്ത്യക്കാർ പട്ടിണിയിൽ. സഹായമഭ്യർത്ഥിച്ച് സുഷമ സ്വരാജ്. ദലിത് രോഷത്തിന്റെ ചൂടറിഞ്ഞ് BJP ഉത്തർപ്രദേശിലെ റാലി ഒഴിവാക്കി. 2020 ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 200 താരങ്ങളെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷകളുമായി വീണ്ടും കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. മുംബൈയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു. അനധികൃത സ്വത്ത് സമ്പാദനം. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം. ദേളി ജാമിയ സഅദിയയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പണ്ഡിത ദർസ് ഓഗസ്റ്റ് 8-ന്. പട്ടാള അട്ടിമറി ശ്രമം നടന്ന തുർക്കിയിൽ 1400 പട്ടാളക്കാരെ അധികൃതർ പിരിച്ചുവിടുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകളെ വാഹനത്തിനൊപ്പം കത്തിക്കുമെന്ന് ജമ്മു കാശ്മീരിൽ പോസ്റ്ററുകൾ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിൽ എതിർപ്പറിയിച്ച് CPM പോളിറ്റ് ബ്യൂറോ. വിയോജിപ്പുണ്ടെങ്കിലും നിയമനം റദ്ദാക്കാൻ ആവശ്യപ്പെടില്ല. സംസ്ഥാനത്ത് സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നാണ് PB നിലപാട്. സംസ്ഥാന വികസനത്തിന് ഗുണകരമായ നിയമനം എന്ന വ്യാഖ്യാനമാണ് മുഖ്യമന്ത്രിയോട് അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്നത്. എന്നാൽ ഇടതിന്റെ സാമ്പത്തിക നയങ്ങളും ഗീതയുടെ സമീപനങ്ങളും ഒത്തുപോകുന്നതല്ല എന്ന കാര്യം ഈ കേന്ദ്രങ്ങളും നിഷേധിക്കുന്നില്ല. പാർട്ടി തലത്തിൽ ആലോചിച്ച് ചർച്ച ചെയ്തെടുത്ത പേരല്ല ഗീതയുടേത്. മറിച്ച് മുഖ്യമന്ത്രിയുമായി വ്യക്തിപരമായി അടുപ്പമുള്ള ചില കേന്ദ്രങ്ങളിലൂടെ അദ്ദേഹത്തിന് മുന്നിലെത്തിയതാണ്. അക്കാദമിക് രംഗത്തെ മികവും ഔന്നത്യവും ഗീതയ്ക്കുള്ള ബന്ധങ്ങളുമാണ് മുഖ്യമന്ത്രി പരിഗണിച്ചത്. അവരുടെ നയസമീപനങ്ങൾ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ലെന്നാണ് ആരോപണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയെ തുടർന്നാണ് അന്വേഷണം. കോഴിക്കോട് വിജിലൻസ് കോടതിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. റിപ്പോർട്ട് അടുത്ത മാസം 18-നകം സമർപ്പിക്കണം. കണ്ണൂർ ഇരിട്ടി സ്വദേശി ഷാജർ നൽകിയ പരാതിയിലാണ് വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. 2006 മുതൽ 2014 വരെയുള്ള കാലയളവിലെ കുഞ്ഞാലിക്കുട്ടിയുടെ സമ്പാദ്യം വരവുമായി ഒത്തുപോകുന്നില്ലെന്നാണ് പരാതി. വിജിലൻസ് ഡയറക്ടർ നേരിട്ട് പരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സന്തോഷ് മാധവൻ ഉൾപ്പെട്ട ഭൂമി ഇടപാട് കേസിലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. വിവാദ പ്രസംഗം നടത്തിയ കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല. വിശദാംശങ്ങൾ റഫീഖ് നൊരുക്കിന് നൽകുന്നു. പയ്യന്നൂരിലെ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കില്ല. പ്രസംഗത്തിൽ പ്രകോപനപരമായി ഒന്നുമില്ലെന്നാണ് DGPക്ക് ലഭിച്ച നിയമോപദേശം. പാടത്തെ പണിക്ക് വരമ്പത്ത് കൂലിയെന്ന കോടിയേരിയുടെ വിവാദ പരാമർശം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പരാതി. പയ്യന്നൂരിൽ നടന്ന ഇരട്ടക്കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ RSS അക്രമത്തിനെതിരെ ജൂലൈ 24-ന് CPM പയ്യന്നൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലായിരുന്നു കോടിയേരിയുടെ വിവാദ പരാമർശങ്ങൾ. വീടുകൾക്കും കടകൾക്കും നേരെ അക്രമം പാടില്ല. എന്നാൽ നമ്മളെ ആക്രമിക്കാൻ ആര് വരുന്നുവോ അവരോട് കണക്ക് തീർക്കണം. വന്നാൽ വന്നതുപോലെ തിരിച്ചുവിടില്ല എന്ന് ഗ്രാമങ്ങൾ തീരുമാനിക്കണം. അക്രമം കണ്ട് സ്തംഭിച്ചു നിന്നിട്ട് കാര്യമില്ല, പ്രതിരോധിക്കണം. വയലിൽ പണി തന്നാൽ വരമ്പത്ത് കൂലി കിട്ടും. അതുകൊണ്ട് CPMനോട് കളി വേണ്ട എന്നായിരുന്നു വിവാദ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. പാർട്ടിയിലെ യുവജനങ്ങൾക്ക് കായിക പരിശീലനം നൽകണമെന്നും കോടിയേരി പറഞ്ഞിരുന്നു. ജൂലൈ 11-ന് രാത്രിയാണ് പയ്യന്നൂരിൽ CPM പ്രവർത്തകനായ CV ധനരാജും പിന്നാലെ BJP പ്രവർത്തകനായ CK രാമചന്ദ്രനും കൊല്ലപ്പെടുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ കലാപം സൃഷ്ടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രസംഗത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. പ്രസംഗത്തിന്റെ CD പരിശോധിച്ച DGP ലോക്നാഥ് ബെഹ്റ നിയമോപദേശം തേടിയിരുന്നു. പ്രകോപനം സൃഷ്ടിക്കാനോ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലോ പ്രസംഗത്തിൽ ഒന്നുമില്ലെന്നാണ് DGPക്ക് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം. ഒരു വ്യക്തിയെയോ സംഘടനയെയോ ഉന്നം വെക്കാനും ആഹ്വാനം ചെയ്യുന്നില്ലെന്നാണ് റിപ്പോർട്ട്.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടിയേരിക്കെതിരെ കേസെടുക്കേണ്ടെന്ന് ഡിജിപി തീരുമാനിച്ചത്. കടം കൂടിയാൽ സിപിഎം തിരിച്ചുകൊടുക്കുമെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ കാട്ടാക്കട പ്രസംഗം പരിശോധിച്ച പോലീസ് ഇതേ നിലപാടാണ് നേരത്തെ സ്വീകരിച്ചിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് കാട്ടാക്കടയിൽ വെച്ച് ജയരാജൻ അക്രമരാഷ്ട്രീയത്തെ പരോക്ഷമായി പരാമർശിക്കുന്ന പ്രസംഗം നടത്തിയത്. അതേസമയം പോലീസിന്റെ നിലപാട് രേഖാമൂലം ലഭിച്ചാൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് പരാതിക്കാർ. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്, തിരുവനന്തപുരം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 200 താരങ്ങളെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റിയോ ഒളിമ്പിക്സിന് മുന്നോടിയായി കേന്ദ്ര കായിക മന്ത്രാലയം സംഘടിപ്പിച്ച റൺ ഫോർ റിയോ കൂട്ടയോട്ടം ഡൽഹിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യാ ഗേറ്റിന് സമീപമുള്ള മേജർ ധ്യാൻചന്ദ് നാഷണൽ ഹോക്കി സ്റ്റേഡിയത്തിൽ ആരംഭിച്ച ഓട്ടം നെഹ്റു സ്റ്റേഡിയത്തിൽ സമാപിച്ചു. റിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസ അർപ്പിച്ചും ഒളിമ്പിക്സ് ആവേശം യുവാക്കളിലെത്തിക്കാനും ലക്ഷ്യമിട്ടാണ് കായിക മന്ത്രാലയം കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഓട്ടം ഫ്ളാഗ് ഓഫ് ചെയ്ത പ്രധാനമന്ത്രി കായിക മേഖലയിലെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു. ഒരു താരത്തിന് 1.5 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചിലവഴിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒളിമ്പിക്സിന് 2 ദിവസം മുമ്പ് മാത്രം ഒളിമ്പിക്സ് വില്ലേജിൽ എത്തിയിരുന്ന ഇന്ത്യൻ താരങ്ങൾ ഇത്തവണ 15 ദിവസം മുമ്പ് തന്നെ വില്ലേജിലെത്തി. സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ ദേശീയ പതാക പാറിക്കുമ്പോൾ റിയോയിൽ മെഡൽ നേടി താരങ്ങൾ ത്രിവർണ്ണ പതാക പാറിക്കും. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 200 താരങ്ങൾ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2020 टोक्यो के लिए तैयारी करो. ये सरकार हमारे खिलाड़ियों के माध्यम से दुनिया में अपनी आन बान शान के लिए पूरी ताकत आने वाले 4 साल में लगा देगी. ये मैं आपको विश्वास दिलाता हूं. മേജർ ധ്യാൻചന്ദ് നാഷണൽ ഹോക്കി സ്റ്റേഡിയം മുതൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വരെ സംഘടിപ്പിച്ച റൺ ഫോർ റിയോ കൂട്ടയോട്ടത്തിൽ 20,000 ആളുകൾ പങ്കെടുത്തു. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷകളുമായി വീണ്ടും കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ബേപ്പൂർ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികളും ബോട്ടുകളും. നിരോധന കാലത്തെ വറുതികൾക്ക് വിട പറഞ്ഞ് ചാകരക്കോളിന്റെ പ്രതീക്ഷകളുമായി ഇന്ന് അർദ്ധരാത്രി തന്നെ ബോട്ടുകൾ കടലിലിറങ്ങും. ബോട്ടുകളിൽ ഡീസലും ഐസും നിറയ്ക്കുന്നതിന്റെ ആരവങ്ങളും തുറമുഖത്ത് കാണാം. പുതിയൊരു സീസണ് തുടക്കം കുറിക്കുമ്പോഴും ബേപ്പൂർ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പരാധീനതകൾ തൊഴിലാളികളെയും ബോട്ടുടമകളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. തുറമുഖത്തെ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ബോട്ടുകൾ ഹാർബറിൽ അടുപ്പിക്കാനാകാത്ത സ്ഥിതിയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു. അടിത്തട്ടും പ്രോപ്പല്ലറുകളും മണൽത്തിട്ടകളിലിടിച്ച് ബോട്ടിന് കേടുപാടുകൾ സംഭവിക്കുമോയെന്ന ആശങ്കയിലാണ് ബോട്ടുടമകളും തൊഴിലാളികളും. മുംബൈയിലെ ഭിവണ്ടിയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു. 25ഓളം പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി റിപ്പോർട്ടുണ്ട്. ഭിവണ്ടിയിലെ ഗരീബി നഗറിലെ കബീർ ബിൽഡിംഗാണ് തകർന്നു വീണത്. ഇന്ന് രാവിലെ 9:15ഓടെയാണ് അപകടമുണ്ടായത്. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് 12 പേരെ രക്ഷപ്പെടുത്തി. ഇതുവരെ 6 മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. 20 മുതൽ 25 പേർ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. കെട്ടിടം മോശം അവസ്ഥയിലാണെന്ന് കാണിച്ച് ഭിവണ്ടി നിസാംപുര മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ താമസക്കാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേന സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ നടത്താനിരുന്ന റാലിയിൽ നിന്ന് പാർട്ടി പിൻവാങ്ങി. ബിജെപി ദേശീയ പ്രസിഡന്റ് അമിത്ഷായായിരുന്നു റാലിയുടെ ഉദ്ഘാടകൻ. റാലിയിൽ ദലിതുകളുടെ പങ്കാളിത്തം കുറയുമെന്ന് മുൻകൂട്ടി കണ്ട് അമിത്ഷാ നേരത്തെ പരിപാടിയിൽ നിന്ന് ഒഴിവായിരുന്നു. തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചത്. 40,000-ഓളം ദലിതരെ പങ്കെടുപ്പിച്ച് പടുകൂറ്റൻ റാലിയിലൂടെ ഉത്തർപ്രദേശ് തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കാനായിരുന്നു ബിജെപിയുടെ ലക്ഷ്യം. മോശം കാലാവസ്ഥയെ തുടർന്നാണ് റാലി റദ്ദാക്കിയതെന്ന് സംഘാടകരായ പ്രാദേശിക ബിജെപി നേതാക്കൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ബുദ്ധസന്യാസികളുടെ ധർമ്മചേതനയാത്രയുടെ കൂടെയായിരുന്നു റാലി സംഘടിപ്പിച്ചിരുന്നത്. എന്നാൽ ദലിത് വിഭാഗങ്ങളിൽ നിന്നും അനുഭാവപൂർണമായ പ്രതികരണം ലഭിക്കാത്തതാണ് റാലി റദ്ദ് ചെയ്തതെന്ന് ബിജെപിയിലെ ചില വൃത്തങ്ങൾ പറയുന്നുണ്ട്. ചേതന യാത്രയ്ക്കെതിരെ ഉണ്ടായേക്കാവുന്ന ദലിത് പ്രക്ഷോഭവും റാലി റദ്ദ് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. പട്ടാള അട്ടിമറി ശ്രമം നടന്ന തുർക്കിയിൽ ഫതഹുള്ള ഗുലനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന 1400 പട്ടാളക്കാരെ അധികൃതർ പിരിച്ചുവിടുന്നു. ഔദ്യോഗിക വാർത്താ ഏജൻസിയായ അനദോലു ചാനലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം പരിശീലന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നതടക്കമുള്ള സുപ്രധാന മാറ്റങ്ങൾ സൈന്യത്തിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതായി തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാൻ ഇന്ന് അറിയിച്ചു. ചെറിയ ഭരണഘടനാ പാക്കേജ് ഞങ്ങൾ പാർലമെന്റിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് പാസ്സായാൽ ദേശീയ രഹസ്യാന്വേഷണ ഏജൻസിയും അതിന്റെ പരമാധികാരിയും പ്രസിഡന്റിന്റെ നിയന്ത്രണത്തിലാകും.
സൈനിക സ്കൂൾ അടച്ചുപൂട്ടി പകരം ദേശീയ സൈനിക സർവകലാശാല സ്ഥാപിക്കും. ഉറുദുഗാനെ ഉദ്ധരിച്ച് AFP ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ഇന്ധനവില കുറച്ചു. പെട്രോൾ ലിറ്ററിന് ₹1.42 ഡീസൽ ലിറ്ററിന് ₹2.01 കുറച്ചു. വിലക്കുറവ് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരും. ആഗോളതലത്തിൽ ഉണ്ടായ വിലക്കുറവിന്റെ ഭാഗമായി ഈ മാസം 3ാം തവണയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്തുന്നത്. സൌദിയിൽ 10,000-ത്തിലധികം ഇന്ത്യക്കാർ പട്ടിണി നേരിടുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സ്വന്തം സഹോദരങ്ങളെ സഹായിക്കണമെന്ന് സുഷമ സൌദിയിലെ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചു. ഇന്ത്യക്കാരുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തെക്കാൾ വലുതല്ല മറ്റൊന്നുമെന്നും സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു. ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തിക ഞെരുക്കം നേരിടുന്നത് 800 പേർ മാത്രമല്ലെന്നും സുഷമ പറഞ്ഞു. ജിദ്ദയിൽ 800ഓളം ഇന്ത്യക്കാർ ഭക്ഷണം കിട്ടാതെ വലയുകയാണെന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ ട്വീറ്റ് ചെയ്തിരുന്നു. 30 ലക്ഷത്തോളം ഇന്ത്യക്കാർ സൌദിയിലുണ്ടെന്നാണ് കണക്കുകൾ. ബുദ്ധിമുട്ടുന്നവർക്ക് സൌജന്യ റേഷൻ നൽകാനും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജിദ്ദയിലെ ഹൈവേ ക്യാമ്പിലേക്ക് ഇന്ത്യൻ സമൂഹവുമായി ചേർന്ന് കോൺസുലേറ്റ് 15,475 കിലോ ഭക്ഷ്യധാന്യങ്ങളും മറ്റുള്ളവയും കൈമാറിയിട്ടുണ്ട്. തൊഴിൽ ഉടമകൾ വേതനം നൽകാത്തതിനാലും ഫാക്ടറികൾ അടച്ചുപൂട്ടിയതിനാലും വലിയൊരു വിഭാഗം ജനങ്ങളാണ് സൌദിയിലും കുവൈത്തിലും തൊഴിൽ രഹിതരായത്. കുവൈത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെങ്കിലും സൌദി അറേബ്യയിലെ സ്ഥിതി ഗുരുതരമാണെന്നും മന്ത്രി പറഞ്ഞു. പരാതി നൽകിയവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ചിത്രങ്ങൾ പിന്നീട് വിദേശകാര്യമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകളെ വാഹനത്തിനൊപ്പം കത്തിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ജമ്മു കാശ്മീരിൽ പോസ്റ്ററുകൾ. ശ്രീനഗറിന്റെ വിവിധയിടങ്ങളിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. സാങ്ബാസ് അസോസിയേഷന്റെ പേരിലുള്ളതാണ് പോസ്റ്ററുകൾ. പോരാട്ടം അവസാനിപ്പിക്കുന്നതുവരെ സ്ഥാപനങ്ങൾ തുറക്കുന്നതിൽ നിന്ന് വ്യാപാരികളെയും ബാങ്കുകളെയും ഉൾപ്പെടെ വിലക്കിയുള്ള വാചകങ്ങളും പോസ്റ്ററുകളിലുണ്ട്. മുന്നറിയിപ്പുകൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടാൻ തയ്യാറാകാനും പോസ്റ്ററിൽ പറയുന്നു. സ്വകാര്യ വാഹന ഉടമകളോട് സഹകരണമാണ് പോസ്റ്ററിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനകൾക്ക് ശേഷം മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ മോസ്ക് കമ്മിറ്റികളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പയ്യന്നൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ പേരിൽ കേസെടുക്കേണ്ടെന്ന് നിയമോപദേശം ലഭിച്ചില്ലെന്ന് DGP ലോക്നാഥ് ബെഹ്റ. DGPക്ക് ലഭിച്ച നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കില്ലെന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. AG, അഭിഭാഷകർ എന്നിവരിൽ നിന്നുള്ള നിയമോപദേശത്തിന്റെയും സമാന സുപ്രീംകോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ കോടിയേരിക്കെതിരെ കേസെടുക്കേണ്ടെന്ന് DGP തീരുമാനത്തിലെത്തിയതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു. കോടിയേരിയുടെ പ്രസംഗത്തിനെതിരെ BJP സംസ്ഥാനാധ്യക്ഷൻ കുമ്മനം രാജശേഖരനും കോൺഗ്രസ് അധ്യക്ഷൻ VM സുധീരനും രംഗത്തുവന്നിരുന്നു. പ്രസംഗം പ്രകോപനം ഉണ്ടാക്കുന്നതും കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതുമാണെന്ന് ആരോപിച്ചാണ് കുമ്മനം ഉൾപ്പെടെയുള്ളവർ രംഗത്തുവന്നിരുന്നത്. ഇടവേളയ്ക്കുശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. യുവാക്കളിൽ ധാർമ്മികമായ സംസ്കാരവും ദേശീയ ബോധവും വളർത്താനുള്ള കർമ്മ പദ്ധതികൾക്ക് എപെക്സ് പബ്ലിക് സ്കൂളിൽ നടന്ന ദ്വിദിന SYS സംസ്ഥാന ക്യാമ്പ് പണിപ്പുര അന്തിമരൂപം നൽകി. ഇതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യദിനത്തിൽ യുവാക്കളെ അണിനിരത്തി ജില്ലാതലങ്ങളിൽ ദേശരക്ഷാവലയം സൃഷ്ടിക്കും. വിദ്യാഭ്യാസം, ആരോഗ്യം, സംസ്കാരം, തൊഴിൽ, സാമ്പത്തിക അച്ചടക്കം തുടങ്ങിയ മേഖലകളിൽ യുവാക്കൾക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്നതിനാവശ്യമായ തരത്തിൽ SYS സംസ്ഥാന സർക്കാരിന് നയരേഖ തയ്യാറാക്കി സമർപ്പിക്കും.
പരിസ്ഥിതി സംരക്ഷണത്തിനും അഴിമതി, ചൂഷണം, അനീതി തുടങ്ങിയവയ്ക്കെതിരെയും യുവസമൂഹത്തെ സജ്ജമാക്കാനും പഠന ക്യാമ്പ് തീരുമാനിച്ചു. യുവജനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി 144 ക്യാമ്പ് അംഗങ്ങൾ നടത്തിയ അന്വേഷണ പഠന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയാണ് ക്യാമ്പിൽ ചർച്ചകൾ നടന്നത്. ക്യാമ്പിലെ നിർദ്ദേശങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി CH റഹ്മത്തുള്ള സഖാഫി ചെയർമാനും M മുഹമ്മദ് സ്വാദിഖ് കൺവീനറുമായ സമിതിയെ ചുമതലപ്പെടുത്തി. വിവിധ സെഷനുകൾക്കും ചർച്ചകൾക്കും MPM ബഷീർ ഫൈസി വണ്ണക്കോട്, N അലി അബ്ദുള്ള, പേരൂട് അബ്ദുറഹ്മാൻ സഖാഫി, PKM സഖാഫി ഇരിങ്ങലൂർ, മജീദ് കക്കാട്, CH റഹ്മത്തുള്ള സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, മാളിയേക്കൽ സുലൈമാൻ സഖാഫി, മുഹമ്മദ് പറവൂർ, M മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക് തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകുന്നേരം 4:30 നടന്ന സമാപന സെഷൻ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഉപാധ്യക്ഷൻ സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. ദേളി ജാമിയ സഅദിയ അറബിയയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്ന പണ്ഡിത ദർസ് ഓഗസ്റ്റ് 8 രാവിലെ 9:30 ദേളി സഅദിയ ജലാലിയ ഓഡിറ്റോറിയത്തിൽ നടക്കും. ജനറൽ സെക്രട്ടറി സയ്യിദ് ഫളൽ കോയമ്മ തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന ദർസ് പ്രസിഡന്റ് സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ ഉദ്ഘാടനം ചെയ്യും. ശരീഅത്ത് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് ഇസ്മായിൽ ഹാദി തങ്ങൾ പാനൂർ, AP അബ്ദുള്ള മുസ്ലിയാർ മാണിക്കോത്ത്, KK ഹുസൈൻ ബാഖവി, KP ഹുസൈൻ സഅദി, മുഹമ്മദ് സ്വാലിഹ് സഅദി, ഉബൈദുള്ള സഅദി തുടങ്ങിയവർ സംബന്ധിക്കും. സത്യപാതയിൽ ചരിത്രം രചിക്കാൻ എന്ന ശീർഷകത്തിൽ തമിഴ്നാട് MOI SJM SSF ആഭിമുഖ്യത്തിൽ സുന്നി സമ്മേളനം ഓഗസ്റ്റ് 7 ഞായറാഴ്ച തിരുപ്പൂരിൽ നടക്കും. തിരുപ്പൂർ കാങ്കയം ക്രോസ് കട്ട് റോഡിൽ ഷേഖ് ആദം ഹസ്രത്ത് അവരുടെ നാമധേയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ നഗരിയിലാണ് സമ്മേളനം നടക്കുന്നത്. 10 മണിക്ക് തമിഴ്നാട് സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രതിനിധി സമ്മേളനം നടക്കും. 1:30 മക്കാം സിയാറത്തും 3 മണിക്ക് SSF റൈറ്റ് ടീം റാലിയും നടക്കും. മഗ്രിബിന് ശേഷം നടക്കുന്ന സുന്നി മഹാസമ്മേളനത്തിൽ തമിഴ്നാട് ചീഫ് ഖാദി പ്രാർത്ഥന നടത്തും. ശേഷം അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. കോയമ്പത്തൂർ MOI SJM SSF നൽകുന്ന ആംബുലൻസ് ഖമറുൽ ഉലമ നാടിന് സമർപ്പിക്കും. സമ്മേളനത്തിൽ തമിഴ്നാട് ചീഫ് ഖാദി സയ്യിദ് സലാഹുദ്ദീൻ അയ്യൂബ് അസ്ഹരി തങ്ങളെ ഖമറുൽ ഉലമ ആദരിക്കും. KA മൻസൂർ ഹാജി ചെന്നൈ അധ്യക്ഷത വഹിക്കും. തമിഴ്നാട് MOI പ്രസിഡന്റ് സയ്യിദ് അബ്ദുറഹ്മാൻ അസനി തങ്ങൾ വഹാബിസത്തിന്റെ പൊള്ളത്തരങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തും. സമ്മേളനത്തിന് ആശംസയർപ്പിച്ച് ഷാഹുൽ ഹമീദ് അഹ്സനി മലബാരി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, അബൂബക്കർ MLA, യൂനുസ് ഹാജി ബ്രൂണെ, മറ്റ് പണ്ഡിതരും നേതാക്കളും സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വാതന്ത്ര്യദിനത്തിൽ SYS ദേശരക്ഷാവലയം തീർക്കും. SYS സംസ്ഥാന പഠന ക്യാമ്പ് സമാപിച്ചു. ഗീതാ ഗോപിനാഥിന്റെ നിയമനത്തെ എതിർത്ത് CPM പോളിറ്റ് ബ്യൂറോ, സംസ്ഥാന സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാം. സൌദിയിൽ 10,000 ഇന്ത്യക്കാർ പട്ടിണിയിൽ, സഹായമഭ്യർത്ഥിച്ച് സുഷമ സ്വരാജ്. അനധികൃത സ്വത്ത് സമ്പാദനം, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം. പട്ടാള അട്ടിമറി ശ്രമം നടന്ന തുർക്കിയിൽ 1400 പട്ടാളക്കാരെ അധികൃതർ പിരിച്ചുവിടുന്നു. മുംബൈയിൽ കെട്ടിടം തകർന്നു വീണ് 6 പേർ മരിച്ചു. 2020 ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് 200 താരങ്ങളെ പങ്കെടുപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. 47 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷകളുമായി വീണ്ടും കടലിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ദലിത് രോഷത്തിന്റെ ചൂടറിഞ്ഞ് BJP ഉത്തർപ്രദേശിലെ റാലി ഒഴിവാക്കി. ദേളി ജാമിയ സഅദിയയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പണ്ഡിത ദർസ് ഓഗസ്റ്റ് 8. ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകളെ വാഹനത്തിനൊപ്പം കത്തിക്കുമെന്ന് ജമ്മു കാശ്മീരിൽ പോസ്റ്ററുകൾ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.